നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഇപ്പം ഞാൻ ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത്രത്തോളം ഒരു പ്രതികരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ ഒരു കപ്പാസിറ്റി എനിക്കുണ്ടോ, ഞാൻ അത്രത്തോളം സ്മാർട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമയിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ കഥാപാത്രങ്ങളിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു കഥാപാത്രം കിട്ടും. ഇപ്പോൾ ഒരു മാസം നമ്മൾ ആ കഥാപാത്രം ആവുക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രമായിട്ട് ജീവിക്കുക തന്നെയാണ് ചെയ്യണത്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ മനസ്സിലെ ആഗ്രഹം ഞാനത് നേടിയെടുത്തു എന്നുള്ളൊരു പരിധി വരെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ദിവസവും പത്രങ്ങളിൽ കാണുന്നു. അത് ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നു. ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുന്നു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു നമ്മൾ സ്വയം ആലോചിക്കുന്നൊരു അവസരത്തിലാണ് സുധീരേട്ടൻ ഇങ്ങനൊരു ത്രെഡ് പറയുന്നത്. അപ്പം എനിക്കത് ഭയങ്കര വിഷ്വലാണ് എനിക്ക് വന്നത് പെട്ടെന്ന്. സുധീരേട്ടൻ ഇങ്ങനെ അന്ന് സിനിമയ്ക്ക് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന് പേരുണ്ടായിട്ടില്ല, ഈ ഒന്നും ആയിട്ടില്ല. ഒരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ഷോട്ട് എന്നൊക്കെ പറയണ പോലെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷ്വൽ വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇതിൽ നല്ലൊരു സാധ്യതയുണ്ടല്ലോ, ഇതൊരു സിനിമയാക്കിയാൽ നന്നാവുമല്ലോ. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം ഒരുപാട് നമുക്ക് പറയാനുള്ളതല്ല, ഒരു കാര്യമേ ഉള്ളൂ. ആ കാര്യത്തിലേക്ക് സിനിമ എന്ന് പറയുമ്പോൾ 2-2.5 മണിക്കൂറുള്ളൊരു സംഭവമാണ്. ഒരു ഷോർട്ട് ഫിലിം പോലെയല്ല. കുറേ നമ്മൾ ബോറടിക്കാൻ പാടില്ല, അതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ആ രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുകയും വേണം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, സുധീരേട്ടാ ഇത് വർക്ക് ചെയ്ത് നോക്ക്, എങ്ങനെ വരുന്നു നോക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് ഇരുന്നിട്ടാണ്. അന്ന് ഈ കഥ ആയിരുന്നില്ല, അന്ന് വേറൊരു തരത്തിലായിരുന്നു കഥ പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇതിൻ്റെ ഓരോ മാറ്റത്തിൻ്റെ സ്റ്റേജിലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു സിനിമയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സ്ത്രീകൾ ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി സ്ത്രീകളിന് സുരക്ഷിതരായിരിക്കുന്നോ, അല്ല ഇനി സ്ത്രീകൾക്ക് കേരളം വിട്ടാൽ തന്നെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കൂടുതലായിട്ടാണ് കാണുന്നത്. നമ്മൾ തന്നെ കേരളത്തിന് പുറത്തൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ 9 മണിക്കും 10 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകൾ വളരെ കൂളായിട്ട് പോകുന്ന സാധാരണ വീട്ടമ്മമാരെ കാണാം നമുക്ക്. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങളെ നാട്ടിൽ ഇത് പറ്റുമോ, നമ്മളെ നാട്ടിൽ ഇതൊക്കെ പറ്റുള്ളൂ, നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് ഇത്ര. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു വിഷമാണ്. വേറെ നാട്ടിലത്തെ ഒരാളാണ് ചോദിക്കുന്നത്, നമുക്ക് ഉത്തരവില്ല. കാരണം നമ്മുടെ നാട്ടിൽ ദിവസം ഇതാണ് കാണുന്നത്. പ്രായമായിട്ടുള്ള സ്ത്രീ ആവണമെന്നില്ലല്ലോ. സ്ത്രീ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം മതി ഇന്നത്തെ. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ദിവസവും കാണുന്നതും. ഇത്ര മാസം പ്രായമുള്ള കുട്ടികളെ പോലും വെറുതെ വിടുന്നൊരു അവസ്ഥ കാണുന്നില്ല. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സ്ത്രീകൾ ഇതോടുകൂടി രക്ഷപ്പെട്ടു, അവർക്കിനി പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് എന്നുള്ളതൊന്നുമല്ല. ഇത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അത് സ്ത്രീക്കെതിരെ ആയിരിക്കട്ടെ, ഒരു പുരുഷനെതിരെ ആയിരിക്കട്ടെ, സമൂഹത്തിലുള്ള നമ്മളൊക്കെ എന്താ പറയുക, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, പരസ്പരം ആശ്രയിച്ച് വേണം മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതൊക്കെ ഏതോ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടായിരിക്കണം അന്ന് പഠിച്ചതെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ടിട്ടാണ് പഠിച്ചതെങ്കിൽ ഇന്ന് ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് മുന്നേ കാണുന്ന ഒരു പ്രശ്നത്തിന് ഒരു സഹജീവിയോട് കാണിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. അത് ശരിക്കും പറയുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും നമുക്ക്. ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് പ്രവൃത്തി കൊണ്ടാവണമെന്നില്ല, വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു സാമീപ്യം കൊണ്ടോ ഒക്കെ ആവാം. പക്ഷെ ഇത് വേറൊരു തരത്തിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രോമിനൻസ് കൊടുത്തിട്ടുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര ശരിയാണെന്ന്. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഗദ്ദാമിക്ക് ശേഷം നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതല്ല, ഇതിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിനാണ് പ്രധാനം. ഇതിൽ വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അത് സുധീരേട്ടനെ എനിക്ക് നേരത്തെ പരിചയമുള്ള ഒരാളാണ്.
ഞങ്ങൾ ഒരുപാട് ഇതിനു മുമ്പ് ആഡ് ഫിലിമിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമയിൽ അദ്ദേഹം ആദ്യമായിട്ട് നിന്ന് ഉള്ളൂ. അപ്പം അങ്ങനെയാണ് സുധീരേട്ടൻ ഇങ്ങനൊരു ത്രെഡ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ കാച്ചിങ് ആയിട്ട് തോന്നി. എനിക്കത് അതൊരു സിനിമയായിട്ട് വന്നാൽ നല്ലതാവും തോന്നി. അങ്ങനൊരു സിനിമയുടെ ആവശ്യം ഈ കാലഘട്ടത്തിന് ഉണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് അത് കമ്മിറ്റ് ചെയ്തത്.